മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ജു വാര്യർക്ക് ഇന്ന് 47-ാം പിറന്നാൾ. ആദ്യ വരവിലും നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിലും ഒരേ സ്നേഹത്തോടെയും ആവേശത്തോടെയുമാണ് മലയാളികൾ മഞ്ജു വാര്യരെ സ്വീകരിച്ചത്. ഇന്നും മലയാളത്തിലെ നമ്പർ 1 നായികയാണ് മഞ്ജു വാര്യർ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക. ആദ്യമായി മലയാളത്തിൽ 1 കോടി രൂപ പ്രതിഫലം വാങ്ങിയ നായികയാണ് മഞ്ജു വാര്യർ. 17-ാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മഞ്ജു മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കി. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട്. കന്മതത്തിലെ ഭാനു, ആറാം തമ്പുരാനിലെ ഉണ്ണിമായ, എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു നടക്കുന്ന സമ്മർ ഇൻ ബെല്ലഹേമിലെ അഭിരാമി, അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. ഒരു പെണ്ണിന്റെ പ്രതികാര കഥയായ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ എന്ന മുതലാളിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയായിരുന്നു മഞ്ജു വാര്യർ. ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയുമെല്ലാം മാറി മാറി പകർന്നാടേണ്ടുന്ന ആ വേഷവും മഞ്ജു വാര്യരിൽ ഭദ്രമായിരുന്നു. 14 വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷം മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തിയത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഒരു സാധാരണ വീട്ടമ്മയായ മഞ്ജു വാര്യരുടെ നിരുപമ രാജീവിന് ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മുൻനിര നായികയാണ് മഞ്ജു വാര്യർ. അജിത്ത്, രജനികാന്ത്, ധനുഷ, വിജയ് സേതുപതി തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച് കയ്യടി നേടിയ താരം സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.